ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഉയർത്തി. ഇന്ന് രാവിലെ പെയ്തു തുടങ്ങിയ മഴയിൽ ശക്തമായ ഒഴുക്കാണ് ഭാരതപ്പുഴയിൽ അനുഭവപ്പെടുന്നത്. തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, കനത്ത ജാഗ്രതാ നിർദ്ദേശം അവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ ആളപായമോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ദുലേഖ, പാലക്കാട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. രാവിലെ മുതൽ തന്നെ മഴയാണ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നത്. ജലനിരപ്പ് കൂടിയതോടെ വെള്ളിയാങ്കല്ലിലെ 21 ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഷട്ടറുകൾ ഉയർത്തിയത്. തീരദേശത്ത് താമസിക്കുന്നവരോട് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ മരം കടപുഴകി വീണ് അപകടം ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ തണ്ണീർക്കോട് സീനിയർ സ്കൂളിന് മുന്നിൽ മരം വീണു. സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയത്തിന് മുൻപായതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒഴിവായത്. അതുപോലെ തന്നെ ആലത്തൂരിലും പാലക്കാട് കാക്കത്തറയിലും മരം വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാക്കത്തറയിൽ മരം വീണ് സരോജിനിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തന്നെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ദുലേഖ. ശരി, ഭാരതപ്പുഴയിലെ ജലനിരപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഉയർത്തി. അതുപോലെ തന്നെ ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി മഴ മൂലം നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന വിവരങ്ങളായിരുന്നു സച്ചിൻ വള്ളിക്കാട് നൽകിയത്.